പള്ളിയില് പരിപാടി ഉണ്ട്, മുത്തുനബിന്റെ വാളുണ്ട്, മുത്തുനബിന്റെ ക്ലാസ് ഉണ്ട്. പൊന്നുമോനെ കൊണ്ടുപോകും പ്രിയപ്പെട്ട ബാപ്പ. നമ്മൾ കൊണ്ടുപോവാറുണ്ടോ? നമ്മുടെ മക്കളെ കൊണ്ടുപോവാറുണ്ടോ? ചോദിച്ചതിന് മറുപടി അറിയാം, കൊണ്ടുപോവാറുണ്ടോ? അപ്പൊ പിന്നെ വാളൊക്കെ ഇപ്പൊ അൽഹംദുലില്ലാ നാട്ടിലൊക്കെ വാളൊക്കെ തുടങ്ങിയല്ലോ അല്ലേ? ഖുർആൻ ക്ലാസ് തുടങ്ങി, വാള് തുടങ്ങി. അതിനൊക്കെ പോകണം, നമ്മള് എല്ലാത്തിനും പോകണം. അതിനൊക്കെ പോയിട്ട് മക്കളെയും കൊണ്ടുപോകണം. മക്കള് ആ റൂട്ടിലൂടെ വളരട്ടെ, മക്കള് നന്മയുടെ റൂട്ടിലൂടെ വളരട്ടെ. ചില മക്കൾ ഇല്ല എന്നൊക്കെ പറയും, അപ്പൊ കൊണ്ടുപോകണം അവരെ. അൽഹംദുലില്ലാ അങ്ങനെ ശീലമാവണം. എന്റെ ഉമ്മയും പാപ്പയും എന്നെ എപ്പോഴും കൊണ്ടുപോവാറുണ്ട്. ആ ഒരു ചിന്ത ആ മക്കളെ മനസ്സിൽ വരുമ്പോഴേ അവര് അവരുടെ മക്കളെ കൊണ്ടുപോവുള്ളൂ. നമ്മൾ ഏത് റൂട്ടിലാണോ നമ്മളെ മക്കളെ വളർത്തിയത്, ആ റൂട്ടിലെ മക്കള് വളരുള്ളൂ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം. ഉമ്മ അൽഹംദുലില്ലാ 2-3 ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഉംറക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നും വെള്ളിയാഴ്ച രാവിലെ കുറെ സ്വലാത്ത് എല്ലാം, സംഗതിയൊക്കെ ശരിയാണ്. പിന്നെ ഖുർആൻ ക്ലാസിന്റെ മുന്നിലുണ്ടാവും, റമളാൻ നിലാവൊക്കെ എന്നും കേൾക്കും. മക്കളെ അപ്പുറത്തിരുന്നാണ് പബ്ജി കളിച്ച, അപ്പുറത്തിരുന്നാണ്ട്, അല്ലെങ്കിൽ മക്കൾ അപ്പുറത്തിരുന്നാണ്ട് ഗെയിം കളിച്ചു തീരുക, അല്ലെങ്കിൽ മക്കൾ അപ്പുറത്തപ്പുറത്ത് ചാറ്റിങ്ങിലും ചീറ്റിങ്ങിലും. അത് പറ്റൂല, അത് പറ്റൂല. അത് നമ്മൾ ശ്രദ്ധിക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ തന്നെ ചിലപ്പോ മറ്റൊരു ചോദിക്കണ്ടാവും, എന്താ മൂലര് ഞങ്ങളെ കുറ്റം പറയണ്ട, ഷാഷുഷു എന്നൊക്കെ ഞങ്ങളെ സൗണ്ട് ഉണ്ടാക്കണ്ടല്ലോ. കുറ്റം പറയല്ല, കുറ്റം പറച്ചിലല്ല, നന്മക്ക് വേണ്ടി പറയണം. നമ്മുടെ പൂമ്പാറ്റകള്, നമ്മുടെ വിദ്യാർത്ഥികള്, നമ്മുടെ വിദ്യാർത്ഥിനികള് ഓലെ നമ്മളെ മക്കളാവണ്ടേ, ഓലെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞോളി, ചിരിച്ചിരിക്കാതെ. അള്ളാഹുവെ നല്ല സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ, നല്ല മക്കളാക്ക റബ്ബേ, ഞങ്ങളെ മക്കളെ നല്ല മക്കളാക്ക റബ്ബേ. അപ്പോ അവിടെ ഇവിടെ ഇരുന്നാണ്ടേ ഗെയിം കളിച്ചിട്ടുണ്ടെന്ന് തലക്കാലം ആ മക്കളെ ഒന്ന് കുറിച്ച്, കുഞ്ഞാനെ ഇവിടെ വന്ന ഞാൻ റമളാൻ നിലാവ് തുറന്ന, അതായിക്കോട്ടെ എന്റെ ഗെയിം, ഇൻഷാ അല്ലാഹ് അതായിക്കോട്ടെ. ഓരോ എപ്പിസോഡ് അത് കേട്ടോ, എന്നെ കുറിച്ചിട്ടാണ് പറയണത്. ഇജ് വന്ന് കേട്ടോ, എന്നെ കുറിച്ചാണ് മോളെ ഈ പറയണത്, ഇജ് കേട്ടിരിക്ക്, ഇജത് കേൾക്ക്. പരീക്ഷ ഉണ്ടെങ്കിൽ ഓരോ പഠിച്ചോട്ടോ, ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണെങ്കിലാ ഞാൻ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു വരുന്നത്, മക്കളെ നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം. നിസ്കരിക്കുമ്പോ കൂടെ കൂട്ടണം, നിസ്കരിക്കുമ്പോ മക്കളെ കൂടെ കൂട്ടണം. ഒരു പള്ളിയിൽ തന്നെയാണ് പോണെന്നില്ല ഉറപ്പുവരുത്തണം. അതിപ്പോ എങ്ങനെ മോലെ ഞങ്ങളത് പറയണ കേട്ടാ, ഞങ്ങളിപ്പോ എങ്ങനെ ഓരോ പള്ളിയിൽ പോണെങ്ങനെ ഞങ്ങൾ ഓലെ ബാക്ക് കൂടെ നടക്കുക? ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞങ്ങൾ ഓലെ ബാക്കിൽ നടന്നാൽ ഞങ്ങൾ പത്തി ആരുണ്ടാക്കും, ചപ്പാത്തി ആരുണ്ടാക്കും? ചോദ്യം തന്നെയാണ്. പക്ഷെ ഓലെ ബാക്ക് കൂടെ നടക്കല്ല, ഓലെ ശ്രദ്ധിക്കണം എനിക്ക്. പിന്നെ എന്റെ മോന് പള്ളിയിൽ വരുന്നുണ്ടോ, എന്റെ മോന് പള്ളിയിൽ എത്തുന്നുണ്ടോ എന്നല്ല ഉസ്താനോടൊന്ന് ശരിക്കും ഒന്ന് അന്വേഷിക്കാം. ഓൻ തറാവിക്കടെ വരലുണ്ടോ, ഓൻ തറാവിക്കടെ കൂടലുണ്ടോ, സംഗതി പള്ളിയിൽ എത്തണുണ്ടോ? അൽഹംദുലില്ലാ നേരം വൈകിട്ട് എത്തുകയാണെങ്കിലും എത്തണുണ്ടോ, ഓൻ പള്ളിയിൽ എത്തണുണ്ടോ, ഇടക്കൊന്ന് അന്വേഷിക്കാം. എപ്പോഴും ചില ആളുകളുണ്ട്, എപ്പോഴും ഓൻ എവിടെ പോകണം, അങ്ങനെ ഓന്റെ നേരിൽ നോക്കി ഇങ്ങനെ നടക്കും. ഓൻ എവിടെ പോകണം, ഓൻ എവിടെ കയറണം, ഓന് അങ്ങാടിയിലൊന്നും ഇരിക്കാനും പറ്റൂല, ഓൻ ചങ്ങായിമാരോട് വർത്തമാനം പറയാം. അപ്പോ അങ്ങനെ ആവരുത്, അങ്ങനെ ഒട്ടിയും പൊട്ടിച്ച് നടക്കരുത്. മക്കൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം. പക്ഷെ ആ സ്വാതന്ത്ര്യം എന്ത് ചെയ്യാൻ പാടില്ല, ഏറാൻ പാടില്ല, കൂടാൻ പാടില്ല. ഇനി സ്വാതന്ത്ര്യം തരാൻ പറഞ്ഞാണ്, കണ്ടില്ലേ ഉസ്താദ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങൾ കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഉമ്മനോടും ബാപ്പനോടും കയറക്കാനല്ല. പക്ഷെ ശ്രദ്ധിക്കണം, ചെയ്യേണ്ടടുത്ത് തടവിടേണ്ട അടുത്ത് തടവിടണം, ഉപദേശിക്കേണ്ട അടുത്ത് ഉപദേശിക്കണം, കൂടെ നിൽക്കേണ്ടടുത്ത് കൂടെ നിൽക്കണം, കൂടെ കളിക്കേണ്ട അടുത്ത് കൂടെ കളിക്കണം. അതൊക്കെ ചെയ്യണം, അതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മുടെ മക്കളെ കൂടെ നമ്മളാണ് കളിക്കേണ്ടത്. നമ്മളെ മക്കളെ കൂടെ നമ്മളാണ് കളിക്കേണ്ടത്. അപ്പോ മക്കൾക്ക് നൽകേണ്ടതെല്ലാം നമ്മൾ നൽകണം. കൂട്ടത്തിൽ നൽകേണ്ടതാണ് ദീനീ വിജ്ഞാനം. ദീനീ വിജ്ഞാനം നൽകുന്നത് എന്തിനാ? ഖബറിൽ നമുക്ക് സലാമത്തുണ്ടാവാനാ, ഖബറിലെ രക്ഷപ്പെടാനാ. അവന്റെ വലിയ ചക്കക്കുരു വലുപ്പത്തിൽ എഴുതിക്കോളി, മക്കൾ ഖബറിലേക്കുള്ള പ്രകാശമാണ്, മക്കൾ ഖബറിലേക്കുള്ള പ്രകാശമാണ്. അതെന്ത് വേണം, അതെന്ത് വേണം? ആ മക്കൾ ആ രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. അതാണ് അബൂ സിനാൻ റളിയല്ലാഹു അൻഹു ഇവിടെ ചെയ്യുന്നത്. ഏത് സമയത്ത് വാളിന്റെ പോണെ മോനെ കൊണ്ടുപോകും, മോനെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നല്ല സന്തോഷത്തിൽ റാഹത്തിൽ കൊണ്ടുപോകും. മാഷാ അല്ലാഹ് അങ്ങനെ കൊണ്ടുപോകും, എന്നും കൊണ്ടുപോകും. നിസ്കാരത്തിന് പള്ളിയിൽ എപ്പോഴും കൊണ്ടുപോകും. ഇനി വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ മക്കളെ കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കും. നിങ്ങൾ അങ്ങനെ നിസ്കരിക്കണം, മക്കളെ കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കണം.
അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ചെയ്തിരിക്കണം. ചെയ്തിരിക്കണം. അവർ എന്ത് ചെയ്യുന്നു എന്ന് അറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ചില ആളുകള്, ചില മക്കള് വലിയ ആൾക്കാരായിട്ടേ ചോദിക്കും, ഞാൻ നിസ്കരിച്ചു, നിങ്ങൾക്ക് എന്താ, ഞാൻ പോണ നരകത്തൊക്കെയല്ല പോണത്, നിങ്ങളുമാണ് നിങ്ങൾ നിസ്കരിച്ചോളി, നിങ്ങൾ ഇന്റെ കാര്യം നോക്കണോ? ചിലവര് വല്ല വീമ്പിട്ട് ചോദിക്കും. വേണ്ട മക്കളെ, വേണ്ട. ഉമ്മനോടും ബാപ്പനോടും കളി വേണ്ട. കളിച്ചോൽ ആരും ജയിച്ചിട്ടില്ല. ഉമ്മനോടും ബാപ്പനോടും കളിച്ചോൽ ആരും ജയിച്ചിട്ടില്ല. വീണ്ടും വീണ്ടും പറയണം. 1, 2, 3, 10,000 വട്ടങ്ങൾ എഴുതിയ ചോളി. ഉമ്മനോടും ബാപ്പനോടും കളിച്ചോൽ ആരും ഇല്ലല്ല ജയിച്ചിട്ടില്ല. അത് ജയിക്കൂല. ചരിത്രം അങ്ങനെയാണ്. ഞാൻ അതും പറഞ്ഞിട്ട് മക്കളോട് ഇങ്ങനെ മസിലെടുക്കാനും നിൽക്കണ്ട. അതും വേറെ പറയുമ്പോ എല്ലാം പറയണേ, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ വീണ്ടും ചരിത്രത്തിലേക്ക് തന്നെ വരികയാണേ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ, സമാധാനം തരട്ടെ, സ്നേഹം തരട്ടെ, റാഹത്ത് തരട്ടെ. ചില ബാപ്പാരുണ്ട് ഏത് സമയത്തും മക്കളോട് ചൂടായിട്ടാണ്. ഏത് സമയത്ത് ബാപ്പക്ക് ചൂട് വേണം. ബാപ്പയാണ് കുടുംബം ശ്രദ്ധിക്കേണ്ടത്. ബാപ്പ പറയുന്നത് അനുസരിക്കണം. പക്ഷെ ബാപ്പന്റെ ചൂടെന്ത് ചെയ്യണം? കുറച്ചൊന്ന് കുറക്കണം. കുറച്ചാ ഫാനൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ എ സിയിലൊക്കെ ഇരുന്നിട്ട് കുറച്ചൊക്കെ ഒന്ന് ചൂട് കുറക്കണം. അങ്ങനെയാണ് ബാപ്പാരെന്ത് ചെയ്യണം? പൊതുവേ ബാപ്പാർക്ക് ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല, പക്ഷെ മക്കള് നന്നാവാൻ വേണ്ടിയിട്ടാണ് ബാപ്പാര് ചൂടാവണത്. അത് ഞങ്ങൾക്ക് അറിയണ്ടേ. പക്ഷെ ബാപ്പാരെന്ത് ചെയ്യണം? പൊതുവെ ഒന്ന് ചൂട് കുറക്കണം. നല്ലതാണ് കുടുംബ ജീവിതത്തിൽ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഉമ്മാരതോ, നിങ്ങൾ ശരിയുണ്ട്, അത് പറഞ്ഞത് ശരിയാണ്. അപ്പൊ ഉമ്മാരതോ, നിങ്ങൾ നല്ലോണം കുറക്കണം. ബാപ്പാര് കുറച്ച് കുറക്കണം, നിങ്ങൾ നല്ലോണം കുറക്കണം. നിങ്ങളങ്ങനെ വിടൂല, നിങ്ങളും കുറക്കണം. രണ്ടൂട്ടനും കുറക്കണം. അപ്പൊ രണ്ടൂട്ടനും കുറക്കുമ്പോ മക്കള് പിന്നെ ഓല് പിടുത്തം വിടൂല. ഉസ്താദേ, എങ്ങനെ പിടുത്തം പറഞ്ഞ്? സ്നേഹത്തിലൂടെ വളർത്തിയാല് ആരും നല്ല രൂപത്തിലാവും. എന്നാ വല്ലാതെ പിത്തനാട്ടുമ്പോളോ 1 ഡോസ് ചെറിയ ഡോസ് കൊടുക്കേണ്ടി വരും. ആ കൊടുക്കേണ്ട അടുത്ത് കൊടുക്കുക. അതപ്പോ എവിടെ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. ഏത് സമയത്താണ് മക്കളോട് ദേഷ്യപ്പെടേണ്ടത്? അതിലേക്കൊന്നും നമ്മൾ വിശാലമായി കിടന്നിട്ട് സമയം നഷ്ടപ്പെടുന്നില്ല. പറഞ്ഞു വരുന്നത് മക്കളെ ദീനീയായ കാര്യത്തിൽ മക്കളെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നല്ലതുപോലെ ശ്രദ്ധിച്ചേ പറ്റൂ. കാലഘട്ടം അങ്ങനെയാണ്. പുതിയ കാലമാണ്. പുതിയ കാലത്തെ മക്കളുടെ സ്വഭാവത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പുതിയ കാലത്തിനനുസരിച്ച് നമ്മളെ അവരുടെ സ്വഭാവ രീതികളെ തിരിച്ചറിഞ്ഞിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അബൂ സിനാൻ റളിയല്ലാഹു അൻഹു എപ്പോഴും കൊണ്ടുപോകും പള്ളിയിലേക്ക്. എന്നിട്ടോ ചരിത്രം പറയുന്നുണ്ട്, അബൂ സിനാൻ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് പറയാണ്, മോനെ, ഈ ബാപ്പക്കൊരുപാട് പ്രായമായി മോനെ, ഈ ബാപ്പക്കൊരുപാട് പ്രായമായി മോനെ, ഒരുപാട് രോഗങ്ങൾ വരാൻ തുടങ്ങി. കുഞ്ഞുനാള് മുതലേ നിന്നെ പള്ളിയിലേക്ക് നിസ്കരിക്കാനും നോമ്പിന്റെ സമയത്ത് നോമ്പെടുക്കാനും സ്വലാത്ത് ചൊല്ലാനും ദിക്ർ ചൊല്ലാനും സ്വതക്ക ചെയ്യാനും ഈ പ്രിയപ്പെട്ട പൊന്നാര ബാപ്പ പഠിപ്പിച്ചിട്ടുണ്ട് മോനെ. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ, ഈ ബാപ്പ രോഗിയായി മരണപ്പെട്ട് കഴിഞ്ഞാലും എന്റെ പൊന്നുമോന് ഞാൻ പഠിപ്പിച്ചു തന്ന ആ ശൈലി ഉണ്ടല്ലോ, സുബഹ് കൊടുക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് എണീറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്വഭാവമുണ്ടല്ലോ. ദുഹായുടെ സമയമായാൽ ദുഹാ നിസ്കരിക്കുന്ന സിനാനെ, ഇബാദത്തെടുക്കുന്ന പൊന്നുമോനെ, നിന്റെ ആ മനസ്സുണ്ടല്ലടാ, നീ അത് അവസാനിപ്പിക്കാൻ പാടില്ല മോനെ. പാപ്പ മരിച്ചു കഴിഞ്ഞാ പാപ്പാന്റെ കുഞ്ഞുമോ പാപ്പയ്ക്ക് വേണ്ടി ദ്വാരിക്കണം കേട്ടോ. പാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ പാപ്പാന്റെ പൊന്നുമോനല്ലേ, പാപ്പാന്റെ മുത്തുമോനല്ലേ, പാപ്പയുടെ ചക്കരമോനല്ലേ. പാപ്പാരെ മറക്കരുതേ മോനെ, പാപ്പാരെ മറക്കരുതേ മോനെ. അബൂ സിനാൻ റളിയല്ലാഹു അൻഹു പൊന്നുമോന് കൊടുത്ത ഉപദേശമാണ്. അങ്ങനെ കൊടുക്കണം, നല്ല ഉപദേശം കൊടുക്കണം. മോനെ, പള്ളി പോയി അങ്ങനെയുള്ള പറയണ്ടേ, മോനെ നമുക്ക് വാടാ പള്ളിയിൽ പോവാം. അല്ലാതെ ഇവിടെ നിന്നാണ്ട് വടി എടുത്താണ്ട് പോടാ 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 അന്നോടല്ലേ പറഞ്ഞ മൂപ്പരിവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുക, എന്നിട്ട് മക്കളോട് പോകാൻ പറയും. അങ്ങനെയല്ല. അബൂ സിനാൻ തങ്ങൾ ചെയ്തത് എന്താ? കൈ ഒടിച്ചിട്ട് മോനെ പോവല്ലേ, വാ പോവാ, ആ മാഷാ അല്ലാഹ്, ഒരുമിച്ച് പോയി. അങ്ങനെയാണ് അങ്ങനെ ചെയ്യേണ്ടത്.
അങ്ങനെ ചെയ്യേണ്ടത്. മക്കളോട് പഠിച്ചോ, പരീക്ഷയല്ലേ, നാളെ പരീക്ഷയല്ലേ, ടീച്ചർ അല്ലെങ്കിലേ എന്റെ മണ്ടിയിലൊത്തുമില്ല, പറയണ എന്റെ മണ്ടിയിലെത്തൂല്ല, എന്റെ തലയിലെത്തു കേറൂല, ഒരു പൊട്ടനാജ് പഠിച്ചൂട്. എന്നിട്ട് ഇപ്പുറത്തിരുന്നാണ്ട് ടി വി ആണ്, ഇപ്പുറത്തിരുന്നാണ്ട് സീരിയൽ ആണ്. ഇപ്പോഴല്ല കേട്ടോ, പഴയ കാലത്ത്. ഇപ്പൊ എല്ലാരും ഇപ്പൊ എന്ത് സീരിയലും ടി വി ഒക്കെ ഇപ്പൊ ഒക്കെ പോയില്ലേ. ഇപ്പൊ എല്ലാരും റമദാൻ നിലാവും അറിയുന്നില്ലാവും കാണാൻ തുടങ്ങിയില്ലേ. ഇപ്പൊ എല്ലാരും സീരിയൽ അതായി അല്ലേ, അതല്ലേ സീരിയലാണല്ലോ. ഉണ്ടോ സത്യം പറഞ്ഞോളി, എല്ലാരും ഇല്ലാന്നേ പറയുള്ളൂ. കാണലുണ്ടോ? ഇപ്പൊ സീരിയലൊക്കെ പോയില്ലേ. ഇപ്പൊ എല്ലാരും ഇതിന്റെ പിന്നിലായി ഇല്ലല്ലോ. ഇല്ല, ആരെങ്കിലും ഉണ്ടെന്ന് പറയണ നോക്കിട്ടോ, അവനെ തെരഞ്ഞു പോണം നമുക്ക്. ആരെങ്കിലും ആരോ ഓക്കെ എന്ന് പറയണ്ടല്ലോ, ഓലെ തെരഞ്ഞു പോണം. ഓലെ അഡ്രസ്സ് പിടിച്ച് തെരഞ്ഞു പോണം. ഇല്ല, അതാ പറഞ്ഞത്. ഇപ്പൊ ആരും കാണില്ല. ഇപ്പൊ എല്ലാരും അൽഹംദുലില്ലാഹ് റമദാൻ നിലാവ് അറിവ് നിലാവിന്റെ ഒക്കെ മജ്‌ലിസിലിരുന്ന് അൽഹംദുലില്ലാഹ് ഇപ്പൊ കാത്തിരിക്കല്ലേ, ഓരോ എപ്പിസോഡിനും വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പുസ്തകം ഇന്നും കൊണ്ട് ഉമ്മ നോട്ട്ബുക്കേ അറിവ് നിലാവിന്റെ റമദാൻ നിലാവിന്റെ വിജ്ഞാന എഴുതിയ നോട്ട്ബുക്ക്. മാഷാ അല്ലാഹ്, എന്തൊരു റാഹത്ത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ഇപ്പൊ അതൊക്കെ പോയി, ഇപ്പൊ സീരിയലൊക്കെ പോയി. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇൽമിന്റെ മുന്നിലായി, ദിക്റിന്റെ മുന്നിലായി സമയം ചെലവഴിക്കില്ല. അള്ളാഹു ഖൈർ നൽകട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ, അബൂ സിനാൻ റളിയല്ലാഹു അൻഹു മോനെ കൊണ്ടുപോകും, പള്ളിയിൽ കൊണ്ടുപോകും. പോവല്ലേ, വഫാത്താകുന്നു, മരണം അടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലായ സമയം അബൂ സിനാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, മോനെ ബാപ്പച്ചി മരിച്ചാൽ, ബാപ്പച്ചി മരിക്കാനായിട്ടുണ്ട്, ബാപ്പച്ചി മരിച്ചാലും ബാപ്പ നിനക്ക് പഠിപ്പിച്ചു തന്ന സ്വഭാവം നീ മറന്നു പോവരുത്. സ്വഭാവം നീ മറന്നു പോവരുത്. എന്താ സ്വഭാവം? സുബഹിയുടെ മുന്നേ എഴുന്നേൽക്കും, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആലോചിച്ച് നോക്കി, ഞങ്ങള് പള്ളിയിൽ പോകുമ്പോ ജമാഅത്തിന് ബാപ്പ മോനെ കൊണ്ടുപോകും. അൽഹംദുലില്ലാഹ്, ദിക്റും സ്വലാത്തും ചൊല്ലിപ്പിക്കും. ഇനി എങ്ങട്ടാ വേണ്ടേ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അതും പറയേണ്ടാണ്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നോമ്പ് തുറക്കുമ്പോ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കണം. അങ്ങനെ വേണ്ടത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഒരു ബർക്കത്ത് എത്ര നിങ്ങൾ ആലോചിക്കണം. ഒരുമിച്ചിരുന്ന് അതിന് പറയാ, അതിന് മൂപ്പര അതിനൊന്നും കിട്ടൂല ഉസ്താദേ. എന്താ മൂപ്പര അതിന് കിട്ടൂലെന്ന്? മൂപ്പര് ബാങ്കട് കൊടുത്താ കാരക്കും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, എന്നിട്ട് മൂപ്പര അപ്പുറത്ത് പോയി കണ്ട് സുബ്ഹാനല്ലാഹ്. നിങ്ങളെ വീട്ടിലല്ലോ, ചില വീട്ടിലാ പറഞ്ഞത്, ചില വീടുകളിൽ അങ്ങനെ ഉണ്ട്. ഇതിങ്ങനെ ബാങ്കൊടുക്കോളം പിടിച്ചിക്കാണ് വലിച്ചാന്. ബാങ്കൊടുത്തെങ്കി ആണ്. ചില ആളുകളോടെ പൈച്ചിട്ട് എങ്ങനെയെങ്കിലും ബാങ്കൊടുത്തെങ്കിയാണ്. ചില ആളുകളോ ഇത് വലിച്ചാ മുട്ടിയിട്ട് ഒന്ന് വലിച്ചണല്ലോ, ഒരു പുകടണല്ലോ, ഒരു പുകടണല്ലോ. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ കുറിച്ചല്ല കേട്ടോ പറഞ്ഞത്. നിങ്ങളതൊക്കെ നിർത്തിക്കണെന്ന് അറിയാം, നിങ്ങളതൊക്കെ നിർത്തിക്കണെന്ന് അറിയാം. നിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. ചില ആളുകളെ എവിടെയോ ഇല്ല, ചില ആളുകളെ കുറിച്ചാ പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിർത്തിക്കളി, നല്ലതാണ്. കാരണം എന്താ അറിയോ, എത്ര ആളുകളാണ് ഓരോ ദിവസവും ഓരോ രോഗമായിട്ട് വരുന്നത്. അള്ളാഹുൽക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. നമ്മൾ രോഗത്തെ വെറുതെ വലിച്ചുണ്ടാക്കരുത് കേട്ടോ. പറഞ്ഞു വരുന്നത് എന്താ അറിയോ, വിഷയത്തിലേക്ക് വരാം, വിഷയം പൂർത്തിയാവൂല. പറയുകയാണെങ്കിൽ ചിരിച്ചാൽ നല്ലോണം പറയാണ്ടാവും. അപ്പോ അൽഹംദുലില്ലാഹ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ഒരുമിച്ചിരുന്ന് ഇനി മൂപ്പര അതിനൊന്നും കിട്ടൂല അങ്ങനെയൊന്നും പറയണ്ട. മൂപ്പര പുടിച്ചടെ ഇരിക്കവിടെ ഒരുമിച്ചടെ കഴിച്ചിട്ട് നീച്ചാൽ മതി അവിടെ നിന്ന്. മാഷാ അല്ലാഹ്. അപ്പൊ ഒരുമിച്ച് ഉമ്മയും ബാപ്പയും എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ചിലപ്പോ എല്ലാരും ഒരുമിച്ചിരുന്നുണ്ടാവും. 37 അടുക്കളയിൽ നിന്ന് പേരുന്നല്ല, ഇതുവരെ ഇല്ലാത്ത പണി ബാങ്കട കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിപ്പാച്ചില് അങ്ങനെയാവരുത്. ആ സമയമാകുമ്പോ തന്നെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാം. എന്നിട്ട് ഒരുമിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിക്കാം, ഒരുമിച്ചിരുന്നൊന്ന് നിസ്കരിക്കാം, ഒരുമിച്ചിരുന്നിട്ടുള്ളൊരു ഭക്ഷണം, ഒരുമിച്ചിരുന്നിട്ടുള്ളൊരു നോമ്പ് തറ. അൽഹംദുലില്ലാഹ്, എന്തൊരു സന്തോഷാണത്.